ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ ബോക്സിംഗ് ട്യൂട്ടോറിയലിൻ്റെ പാർട്ട് 3 ആണ് ഇന്ന് ചെയ്യാൻ പോണത്. ആൻഡ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്തൊക്കെ പഠിച്ചു? നമ്മൾ സ്റ്റാൻഡ് ചെയ്യാൻ പഠിച്ചു, ആൻഡ് ഫ്രണ്ട് ആൻഡ് ബാക്ക് മൂവ്മെൻറ്റ് ചെയ്യാൻ പഠിച്ചു, ഗാർഡ് അപ്പ് ചെയ്ത് നിൽക്കാനും പഠിച്ചു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ക്ലോക്ക് വൈസ് ഡയറക്ഷനും അതേപോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും പഠിക്കാൻ പോവുകയാണ്. ഓക്കെ കുട്ടികളെ, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു സൗത്ത് പാസ് സ്റ്റാൻഡ്സിൻ്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും പഠിക്കാം. സോ ഞാനിപ്പോൾ സൗത്ത് പാസ് സ്റ്റാൻഡ്സ് നിൽക്കുകയാണ്. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് സ്റ്റാൻഡ്സിൽ ഞാൻ നിൽക്കുക. ആൻഡ് ഇതിൽ നമുക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യും? ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പം ഇവിടെ നിന്ന് ഈ ലെവലിൽ സർക്കിൾ ചെയ്തല്ലേ പോകുന്നത്. സോ നമുക്ക് ചെയ്യാം. ആദ്യം ബേക്കിരിക്കുന്ന നിലക്ക് ഉണ്ടല്ലോ, ബേക്കിരിക്കുന്ന നിലക്ക് ഫ്രണ്ടിലോട്ട് കയറ്റി സൈഡിലോട്ട് വെക്കുക. ഓക്കെ, സൈഡിലോട്ട് വെച്ചു. എന്നിട്ട് നമ്മൾ എങ്ങോട്ട് തിരിയണം? റൈറ്റ് സൈഡിലോട്ട് തിരിയണം. നമ്മുടെ കറക്റ്റ് റൈറ്റ് സൈഡിലോട്ട് തിരിയണം. ഓക്കെ, ആൻഡ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. സ്റ്റാൻഡ് ചെയ്യുന്നു, സൗത്ത് പാസ് സ്റ്റാൻഡ് ചെയ്യുന്നു, ബേക്കിരിക്കുന്നിലേക്ക് ഫ്രണ്ടിലോട്ട് കയറ്റി കുറച്ച് സൈഡായിട്ട് വെച്ചു, ആൻഡ് ദെൻ നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് ടേൺ ചെയ്തു. ഓക്കെ, ഇങ്ങനെ സർക്കിൾ ചെയ്യണം. ഫ്രണ്ടിലത്തെ കാല് കയറ്റി സൈഡിലോട്ട് വെച്ചു, റൈറ്റ് സൈഡിലോട്ട് നമ്മൾ തിരിഞ്ഞു, ഫ്രണ്ടിലോട്ട് വെച്ചു, റൈറ്റ് സൈഡിലോട്ട് തിരിഞ്ഞു, ഫ്രണ്ടിലോട്ട് വെച്ചു, റൈറ്റ് സൈഡിലോട്ട് തിരിഞ്ഞു. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് ആ പൊസിഷനിൽ വന്നു, നമ്മളിപ്പോൾ സർക്കിൾ ചെയ്ത് വന്നു അല്ലേ. ഇനി നമുക്ക് സൗത്ത് പാസ് സ്റ്റാൻഡ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിയാമെന്ന് ഇനി അടുത്ത പഠിക്കാം. പിന്നെ സ്റ്റാൻഡ്സ് നിൽക്കുകയാണല്ലേ, ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ്? ഇവിടെ നിന്ന് നേരെ സർക്കിൾ ചെയ്ത് റിവേഴ്സ് ആയിട്ട് പോയി കറങ്ങി വരും അല്ലേ. അപ്പം ബേക്കിരിക്കുന്ന നിലക്ക് ഉണ്ടല്ലോ, ബേക്കിരിക്കുന്ന നിലക്ക് സൈഡിലോട്ട് വെക്കുക. സൈഡിലോട്ട് വെച്ചാലോ ഇത് ഇങ്ങനെ തന്നെ വെക്കണം. എന്നിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് ടേൺ ചെയ്യണം. ലെഫ്റ്റ് സൈഡിലോട്ട് സിമ്പിളാണ്. സ്റ്റാൻഡ് ചെയ്യുന്നു, കാല് നേരെ സൈഡിലോട്ട് എടുത്ത് വെച്ചു, റൈറ്റ് സൈഡിലോട്ട് കാല് എടുത്ത് വെച്ചു, ബേക്കിരിക്കുന്ന ലെഗ്, ആൻഡ് ലെഫ്റ്റ് സൈഡിലോട്ട് ടേൺ ചെയ്തു. സിമ്പിളായിട്ടുള്ള കാര്യമോ. ഓക്കെ, ഇപ്പം നമുക്കിത് ഒന്ന് സർക്കിൾ ചെയ്ത് നോക്കാം. 1 2 3 4 സിമ്പിൾ. ഓക്കെ, ഇനി നമുക്ക് ഈ രണ്ടും കൂടെ ഒരുമിച്ച് ഒരു 10 ടൈംസ് ചെയ്ത് നോക്കാം. ഓക്കെ, 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇനി നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യാം. സൈഡിലോട്ട് വെച്ചു, ടേൺ ചെയ്തു, സൈഡിലോട്ട് വെച്ചു, ടേൺ ചെയ്തു. 2 3 4 5 6 7 8 9 10. ഓക്കെ, അപ്പം കുട്ടികളെ നമ്മളിത് സ്റ്റാൻഡ്സ് ചെയ്ത് മൂവ് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഹീൽ എപ്പോഴും പൊങ്ങിയിരിക്കണം. ഹീല് താഴെ വെച്ചിട്ട് ഒരിക്കലും നമ്മൾ സ്റ്റാൻഡ്സിൽ മൂവ് ചെയ്യല്. ഓക്കെ, നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, പാടായിരിക്കും, അങ്ങനെ പറ്റത്തില്ല. ഇനി നമുക്ക് ഓർത്തഡോക്സ് സ്റ്റാൻഡ്സ് ചെയ്യുന്ന ഒരു ബോക്സറിന്റെ പെർസ്പെക്റ്റീവിൽ എങ്ങനെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസും ചെയ്യാം. സുഹൃത്തുക്കളെ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാണ്, സൗത്ത് പാസ് സ്റ്റാൻഡ്സ് ചെയ്യാൻ നേരത്ത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഓർത്തഡോക്സ് സ്റ്റാൻഡ്സ് വരാൻ നേരത്ത് അത് എങ്ങനെ ചെയ്യും? ആൻറ്റി ക്ലോക്ക് വൈസ് ആവത്തില്ലേ അല്ലേ. ഇപ്പം എക്സാമ്പിൾ, ഓർത്തഡോക്സ് സൗത്ത് പാസ് സ്റ്റാൻഡ്സ് ചെയ്യുന്നിട്ട് ഫ്രണ്ടിലോട്ട് കാല് കയറ്റി ടേൺ ചെയ്തു. അപ്പം ഡയറക്ഷൻ പോകുന്നത് ഈ ലെവലിലാണ്. സോ ഓർത്തഡോക്സ് സ്റ്റാൻഡ് ചെയ്യുന്നിട്ട് നമ്മളിത് ചെയ്യുമ്പോൾ കണ്ട ഈ ലെവലാവും. സോ ഇങ്ങനെ കറങ്ങി പോവുകയാണ്. അപ്പോൾ അതെന്താവും? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആവും അല്ലേ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആവും. അപ്പം ഓർത്തഡോക്സ് സ്റ്റാൻഡ് ചെയ്യുന്നത് നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്താവും? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആകുമ്പം ഈ ലെവല്. അപ്പോൾ അത് നേരെ കമ്പാരിറ്റീവ്ലി നേരെ റിവേഴ്സ് ആവും അല്ലേ. സിമ്പിൾ കാര്യമാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ്റെ സൗത്ത് പാസ് സ്റ്റാൻഡ്സിൻ്റെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഓർത്തഡോക്സ് സ്റ്റാൻഡ്സിലാകുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആവും. അതേപോലെ തന്നെ സൗത്ത് പാസ് സ്റ്റാൻഡ്സിൻ്റെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഓർത്തഡോക്സ് സ്റ്റാൻഡ്സിലാകുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആവും. സിമ്പിൾ. എല്ലാവരും ഇത് മനസ്സിലാക്കുക. കാരണം തുടക്കം എനിക്കിത് കുറച്ച് കൺഫ്യൂഷൻ ആയിരുന്നു, പിന്നീടാണ് ഞാനും ഇത് മനസ്സിലാക്കിയെടുത്തത്. ഓക്കെ, ആൻഡ് നമുക്കപ്പോൾ ഇത് ചെയ്ത് നോക്കാം. ഓർത്തഡോക്സ് സ്റ്റാൻഡ് ചെയ്യുന്നു, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ചെയ്യാം.
1 2 ഫ്രണ്ടോട്ട് കാലേറ്റി ഇത് നേരെ നമ്മൾ എന്ത് ചെയ്യണം ലെഫ്റ്റ് സൈഡിലോട്ട് തിരിയണം ലെഫ്റ്റ് സൈഡിലോട്ട് തിരിഞ്ഞ് ലെഫ്റ്റ് സൈഡിലോട്ട് തിരിഞ്ഞ് ലെഫ്റ്റ് സൈഡിലോട്ട് തിരിഞ്ഞ് ലെഫ്റ്റ് സൈഡിലോട്ട് തിരിഞ്ഞ് ഓക്കെ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓർത്തഡോക്സ് സ്റ്റാൻസിൽ നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ചെയ്യാം. കാല് നേരെ ബേക്കിലത്തെ സൈഡിലോട്ട് വെച്ചു, ടേൺ ചെയ്തു. ഏത് സൈഡിലോട്ട്? റൈറ്റ് സൈഡിലോട്ട് ടേൺ ചെയ്തു. ഓക്കെ, 1 2 3 4 5 6 7 8 9 10. ഓക്കെ, സിമ്പിൾ കാര്യം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലോക്കസ് ഡയറക്ഷനും ആൻറ്റി ക്ലോക്കസ് ഡയറക്ഷനും സൗത്ത് പാസ്റ്റ് സ്റ്റാൻസിലും അതേപോലെ തന്നെ ഓർത്തഡോക്സ് സ്റ്റാൻസിലും നിന്ന് നിങ്ങൾ പഠിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇത് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സെറ്റാവും ഉറപ്പായിട്ടും നമുക്കിത് റെഡിയാവും. സോ നമുക്കിനി അടുത്ത സെഷനിൽ ബേസിക് ആയിട്ടുള്ള സ്ട്രെച്ചിങ്ങും റൊട്ടേഷനും നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബൈ ഗൈസ്.